ശ്രീ കെ ജി സൈമൺ സ്പീക്ക് ചെയ്യുന്നുണ്ട്. ശ്രീ കെ ജി സൈമൺ, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു സർ. അതിഭീകരമാണ് ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അങ്ങേയറ്റം കുറ്റകൃത്യ ഇത് ഇവർ വിദ്യാർത്ഥികളല്ല, അങ്ങേയറ്റം ഗൂണ്ടാ മനോഭാവമുള്ള, അങ്ങേയറ്റം കുറ്റകൃത്യ മനോഭാവമുള്ള, എമ്പതി സിമ്പതി എന്ന് കേട്ടിട്ട് പോലുമില്ലാത്ത 3 പേർ ഒരു പയ്യനെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യലാണ്. ഇതെന്താണ് ക്യാമ്പസുകൾക്ക് പറ്റുന്നത്? ഇതിനെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക ശ്രീ കെ ജി സൈമൺ? ഇത് ശക്തമായിട്ട് നടപടി എടുക്കാതെ പറ്റത്തില്ല. കാരണം നേരത്തെ ഇങ്ങനെ ഉണ്ടായതാണ്. ഈ കോട്ടയത്ത് ഒരു കോളേജില് ഒരു IIT അല്ല പോളിടെക്നിക്കിനൊക്കെ ഉണ്ടായിട്ട് നേരത്തെ ഉണ്ടായിട്ട് സംഭവിക്കാൻ അറിയാം. ഇത് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ കുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഭീകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ശക്തമായ നടപടിയാണ് ആവശ്യം. അവിടെ മറ്റേ നോക്കിയിട്ട് കാര്യമില്ല. അവിടെ ഇപ്പൊ എന്ത് പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ നല്ല രീതിയിൽ സംവിധാനം ചെയ്തില്ലാന്ന ഇനിയും ഭയങ്കരമായ രീതിയിൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരിടയ്ക്ക് നല്ല രീതിയിൽ തന്നെ കോളേജ് ക്യാമ്പസിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഈ റാഗിങ്ങില്ല വന്നായിരുന്നു. പക്ഷെ ഇപ്പോഴ് വീണ്ടും ഇത് തുടങ്ങാന്ന് പറഞ്ഞാല് അത് സ്റ്റുഡൻസ് യൂണിയനും അതുപോലെ തന്നെ മറ്റുള്ള അധ്യാപകരും അനധ്യാപകരും എല്ലാവരും ഒരുപോലെ നോക്കിയില്ലെങ്കിൽ അത് ഒരു കാരണവശാലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ ചിലപ്പം നമുക്ക് തോന്നുന്നത് ചില ആൾക്കാർ അവരുടെ സംഘടനയോ അവിടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർ നോക്കി തീരാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അവര് തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പല കുട്ടികളും പറയുന്നില്ല, പേടിച്ച് പറയാതിരിക്കുന്നവരുണ്ട്. അതിന് അവിടെ നിയമം കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ കമ്മിറ്റിയൊക്കെ ഉള്ളതാണ്, അതൊന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. പലപ്പോഴും അത് പഴയ പോലെ തന്നെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഒരു കാരണവശാലും അനുഭവിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇത് കാണുമ്പോൾ ആർക്കാണെങ്കിൽ വിഷമം ഉണ്ടാവും, ആർക്കാണെങ്കിലും. ശ്രീ കെ ജി സൈമൺ, ഈ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു നോട്ടീസ് ഉണ്ട്, സേ നോ ടു റാഗിങ്. ആ നോട്ടീസ് കടന്നു ചെല്ലുമ്പോൾ അതിന് തൊട്ടടുത്ത മുറികളിലാണ് ഈ ക്രൂര പീഡനം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സേ നോ ടു റാഗിങ് എന്നൊക്കെയുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് എഴുത്തിൽ മാത്രം. ഇതിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്തെ കുട്ടികളെ അതൊരു ഏത് പാർട്ടി ആണെങ്കിലും പാർട്ടി ഞാൻ പറയും ശരിയല്ലെങ്കിൽ തന്നെയും പണ്ട് ഞാനൊക്കെ പഠിച്ച സമയത്ത് കോളേജിൽ ചെറുതായി റാഗിങ് വന്നപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ എതിർത്ത ആൾക്കാരും ഏറ്റവും കൂടുതൽ അതിന് എഗനസ്റ്റ് ആയിട്ട് നിന്നത് അവിടുത്തെ സ്റ്റുഡൻസ് യൂണിയനിൽപ്പെട്ട ആൾക്കാർ തന്നെയായിരുന്നു. അവർ വളരെ ശക്തമായ രീതിയിൽ മുന്നേ ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പിടിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം യൂണിയൻകാർ വരെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കോളേജിന് പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി ആയിരിക്കാം. പക്ഷെ ഇതൊക്കെ വരിക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമില്ല. പിള്ളേരെ ശക്തമായ രീതിയിലുള്ള നടപടി എടുക്കുക, അതിനെ പിരിച്ചുകൊണ്ടെന്നല്ല പറയുന്നത്, എങ്കിൽ പോലും നടപടി എടുക്കുക. ഒരു കാരണവശാലും മറ്റുള്ള കുട്ടികൾക്ക് ഇനി ഉണ്ടാകാത്ത വിധത്തിൽ ഒരു നല്ല രീതിയിൽ ശിക്ഷ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം ഇനി മറ്റാരും ഇത് ആവർത്തിക്കാൻ പാടില്ല. അത് ഏത് യൂണിയന്റെ ആണെങ്കിലും ഏത് ആൾക്കാരാണെങ്കിലും അങ്ങനെ ആവർത്തിക്കാൻ പാടില്ല. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ പറ്റുക. സേ നോ റാഗിങ്ങിന് എഴുതി വെച്ചിട്ട് മാത്രം കാര്യമില്ല. ഇത് ശക്തമായ നിയമങ്ങളുണ്ട്, കൃത്യമായ നിയമങ്ങളുണ്ട്. അത് എന്താണ് കാര്യങ്ങൾ അത് അറിയുകയാണെങ്കിൽ അധ്യാപകർ അത് അറിയിച്ചില്ലെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് ഉണ്ട്. അവർക്കെതിരായിട്ട് കേസെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കേസെടുക്കാൻ പറ്റും. ശരി, വളരെ നന്ദി ശ്രീ കെ ജി സൈമൺ, മുൻ SP സംസാരിച്ചതിന്. കൃത്യമായ ശിക്ഷ നടപ്പാക്കണം, കർശനമായ ശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്.